മറ്റ് നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഈ കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ അവരവരുടെ കാര്യലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിസ്വാർത്ഥമായി ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആരാന്റെ വിറകുവെട്ടികളും വെള്ളം കോരികളുമായിരുന്ന ഒരു സമുദായത്തെ IAS കാരനാക്കാനും IPS കാരനാക്കാനും വേണ്ടി രാജ്യത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായി പ്രവർത്തിക്കുന്ന MSF ഇതുവരെയും ഈ സമൂഹത്തിൽ നിന്ന് ഒരുപാട് നല്ല വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരികയും ഈ രാജ്യത്തിന്റെ പ്രധാനമായ പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സമുദായത്തിന്റെ ഏറ്റവും പിറകിൽ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ പോലും എടുക്കാൻ കഴിയാത്ത തീവ്രവാദികളായി മുദ്രകുത്തപ്പെട്ടുകൊണ്ട് തെരുവുകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമുദായത്തെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നത് മുസ്ലിം ലീഗിന്റെ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പോഷക സംഘടനകളുടെ ചരിത്രം പഠിക്കുന്ന ആർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ 5.5 പതിറ്റാണ്ട് കാലത്തെ അഹോരാത്രമായ പരിശ്രമം കൊണ്ട് ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് ഈ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ അഭിമാനകരമായ അസ്തിത്വം ഈ രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് ആരാണ് എന്ന ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളുമാണ്. ഏതൊരു വിദ്യാർത്ഥിയും ഇന്ന് ഒരു MSF-കാരനാകാൻ ആഗ്രഹിക്കുന്നു. കാരണം MSF-ൽ ഒരു സുരക്ഷിതത്വ ബോധം മറ്റെവിടെയും ഇല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധം ഇന്ന് MSF-ൽ നിഴലിച്ചു കാണുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് പത്രമാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് കാണാൻ കഴിയുന്നത് മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഗവൺമെന്റ് പ്രോപ്പർട്ടികൾക്കെതിരെ KSRTC ബസ് അതുപോലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുകയും പോലീസിന്റെ അടികൊണ്ട് ചോരയൊലിച്ച് റോട്ടിലൂടെ വലിച്ചു നീച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും നമ്മൾ നിത്യേന വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. അവരൊക്കെ അവരുടെ ഭാവി